ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്മിലിൽ കണ്ട പോലെ ആദ്യത്തിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ റെസിപ്പി പിന്നെ ഒരു എന്താ പറയുക സ്നാക്സ് എന്നൊക്കെ പറയാം, അതുപോലെ റെസിപ്പിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ആ ചേട്ടൻ വൈകുന്നേരം വന്ന് ആദ്യത്തെ പെട്ടിയെടുത്തപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമില്ല എന്നല്ല, കപ്പലണ്ടിയാണ് കൊണ്ടത്. അപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെ സമയമാണല്ലോ, എനിക്കതിന് അങ്ങോട്ട് കഴിക്കാനങ്ങോട്ട് കിട്ടുമ്പോഴേക്കും ഓടിപ്പോയി കഴിക്കുന്ന ശീലം ഇത്തിരി കുറവാണ്. അപ്പോൾ അത് ഞാൻ പിള്ളേർക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്തത് എനിക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ടാണ്. എനിക്ക് നൈറ്റ് ഡ്രസ്സ് ഇടാനായിട്ട് അധികം ഞാൻ എപ്പോഴും പോകുമ്പോൾ ചുരിദാറുകളൊക്കെ അല്ലേ വാങ്ങിക്കുക ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ വീട്ടിലിടാൻ എനിക്ക് കംഫർട്ടായിട്ട് അങ്ങോട്ട് ഇല്ല. വീഡിയോയിൽ ഞാൻ പഴയ ചുരിദാറുകളൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ ഈ ഡ്രസ്സാണ് ഇടുക. അപ്പോൾ എനിക്കത് എന്താ പറയുക ടൈറ്റുള്ളതൊക്കെ ഒന്നൊരു സുഖമില്ലല്ലോ. ഇത് നല്ല ലൂസിൽ കിടക്കുക. അപ്പോൾ വേനൽക്കാലത്തായാലും വർഷക്കാലത്തായാലും ഇത് ഇടാൻ നല്ല ഇപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബിൽ എല്ലാവരും കാണിക്കണേ. പക്ഷേ എനിക്ക് അപ്പോൾ അതൊക്കെ പതുക്കെ ശരിയാവും അല്ലേ. അങ്ങനെ അതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടു, എടുത്തു വെച്ചു. അപ്പോൾ മുന്നേ ചേട്ടൻ ഇതുപോലെ ഒരെണ്ണം കൊണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും കൊണ്ടു. പിന്നെ എനിക്ക് കുറച്ചൊക്കെ പഴയതുണ്ട്. പിന്നെ തലേദിവസത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് കളയാൻ പറ്റില്ല. എനിക്ക് ഉണ്ടാക്കിയ ഫുഡ് വേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. പരമാവധി ഞാനങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യില്ല കേട്ടോ. പിന്നെ ചില സാഹചര്യങ്ങൾ നിവൃത്തികേടുകൊണ്ടൊക്കെ ചെയ്യും. അപ്പം ഞാൻ ചപ്പാത്തി കൊണ്ട് നൂഡിൽസ് പോലെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ശ്രീകുട്ടൻ വിശന്ന് തുടങ്ങി. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ പിന്നാലെ നിൽക്കുന്നത്. അപ്പോൾ കപ്പലണ്ടിയൊക്കെ അവർക്ക് അച്ഛനും മക്കളെന്ന് പറയുന്നത് കെട്ടിക്കഴിഞ്ഞ് ഇരുന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ എല്ലാത്തിനും ഒരു നേരം കാലമുണ്ട്. പിന്നെ ഈ ഒരു പണി ചെയ്യാൻ നിൽക്കില്ലേ, എനിക്കത് കഴിഞ്ഞിട്ടേ അത് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കത്തി എടുത്തും കണ്ടിട്ട് വരഞ്ഞൊക്കെ അരിയാൻ നോക്കി. പക്ഷേ ആ കത്തി കൊണ്ട് ശരിക്കും അങ്ങോട്ട് അരിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് കത്രി എടുത്ത് കുനുകുനങ്ങോട്ട് അരിഞ്ഞു. അപ്പോൾ ഇതിന് മുന്നും ഞാൻ ചപ്പാത്തി കൊണ്ട് വെജിറ്റബിൾസൊക്കെ ഇട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്, സോസൊക്കെ ഒഴിച്ചിട്ടാണ് കാണിച്ചത്. ഇന്ന് ഞാൻ സോസൊന്നും ഒഴിക്കാണ്ട് സാധാ രീതിയിലാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ അത് അരിഞ്ഞെടുത്തു. പിന്നെ വൈകുന്നേരത്തെ ചോറ് വയ്ക്കാനായിട്ട് ചോറുണ്ട്, കുറച്ച് ചോറുണ്ട്, പക്ഷേ ഇത്തിരി കുറവുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട്. ചപ്പാത്തി തന്നെ തലേദിവസം ചപ്പാത്തി കഴിച്ചതല്ലേ, പിറ്റേ ദിവസം ചപ്പാത്തി തന്നെ ആയപ്പോൾ ആർക്കും വലിയ നോട്ടമില്ല. ഈ ആഴ്ചയിലത്തെ ചിക്കൻ ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ പിടിച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, കഴിഞ്ഞ ആഴ്ചയിലത്തെ അല്ല. അപ്പോൾ ഈ ആഴ്ചയിലത്തെ ചിക്കൻ നാടൻ രീതിയിൽ വെച്ചിട്ടുള്ളതായിരുന്നു. അത് കാരണം കൊണ്ട് അതിനും വലിയ ഓട്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തി ഇനി ഓട്ടം ഇല്ലാത്തതൊക്കെ ഓടിക്കണമല്ലോ, അത് ഞാൻ വിചാരിച്ചു ചിക്കനിൽ ചിക്കൻ പൊടിച്ചിട്ടിട്ട് നൂഡിൽസ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ പൊടിച്ചിട്ടുണ്ട്, അത് കുരുമുളക് ഇട്ട് വരട്ടിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അത് അരിഞ്ഞവിടെ മാറ്റി വെച്ചു. പിന്നെ ഒരു ക്യാരറ്റ്, തക്കാളി, സവോള, പച്ചമുളക്, പിന്നെ മല്ലിയില ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൽ നിറയെ മല്ലിയില ഇടാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ കപ്പലണ്ടി പുഴുങ്ങിയിട്ട് അതും ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ പിള്ളേരോട് ചോദിച്ചപ്പോൾ അത് ഇടണ്ടെന്ന് പറഞ്ഞു, ചേട്ടൻ അത് ഇടണം എന്നും പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനപ്പോൾ കപ്പലണ്ടി പുഴുങ്ങിയത് ഇടാൻ നിന്നില്ല. ഇതൊക്കെ ചോപ്പറിലിട്ടിട്ട് വലിയൊരു നമ്മുടെ കഷ്ണങ്ങൾ അരിയൽ കഴിഞ്ഞല്ലോ. തക്കാളി പക്ഷേ ചോപ്പറിലിട്ടുണ്ടെങ്കിൽ ചതയണ പോലെയാണ് കേട്ടോ, ശരിക്കും അങ്ങോട്ട് അരിയാൻ പറ്റില്ല. പക്ഷേ ക്യാരറ്റും ബീട്രൂട്ടും ക്യാബേജും ഒക്കെ നമുക്ക് അരിയാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞു ഞാൻ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഇടാമെന്ന് പറഞ്ഞു കേട്ടോ അതിൽ. അപ്പോൾ അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വെളിച്ചെണ്ണ എന്തോ കുപ്പി വന്നപ്പോൾ അങ്ങോട്ട് പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെളിച്ചെണ്ണ കേടായോ എന്നാണ് നോക്കുന്നത് കേട്ടോ. അത് വേറെ ഒരു ചെറിയ കുപ്പിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേടായിട്ടില്ല. അപ്പോൾ ഞാൻ അതിലൊഴിച്ചു കൊടുത്തു. പക്ഷെ ചട്ടി ചൂടാവണായിട്ട് മുന്നാണ് ശ്രീകുട്ടൻ ആ മുട്ട അതിലേക്ക് ഇടുന്നത്. അത് കാരണം മുട്ടയൊക്കെ ആകെ അടി പിടിച്ചു കേട്ടോ. ചട്ടി ചൂടാവാണ്ട് നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ തന്നെയാണല്ലോ. അവൻ അത് ചെയ്ത് തരുമ്പോഴേക്കും ഞാൻ വേഗം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് എടുത്ത് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ എക്സിബിഷന് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പർച്ചേസിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്താനും ഓളെന്ന ഓപ്ഷൻ അമർത്താനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കരുത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, മറന്നുപോയി. അപ്പോൾ ആ മുട്ട മാറ്റി വെച്ച് വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാതും ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മല്ലിയില ഇട്ടു ഞാൻ. നമ്മുടെ മുറ്റത്ത് ഉണ്ടായിരുന്നത് ലാസ്റ്റ് ഞാൻ കുറച്ചിട്ടു. ആഫ്രിക്കൻ മല്ലിയിലയില്ലേ, അത് കുറച്ചിട്ട് പല പേരും അതിന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടിയിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തു. മൂടി വെച്ച് കുറച്ച് ക്യാരറ്റ് വീവാൻ ഒരിത്തിരി സമയം വേണമല്ലോ, അത് കാരണം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചു കേട്ടോ. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നു. പിന്നെ ഞാൻ ആ വെള്ളം വല്ലാണ്ട് വറ്റിക്കാനായിട്ട് നിന്നില്ല. നേരെ നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുത്തു കേട്ടോ. ചപ്പാത്തി ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി ഒന്ന് നനയണമല്ലോ. ചപ്പാത്തി ഇട്ടിട്ടാണ് പിന്നെ ഞാൻ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തത്. അപ്പോൾ എന്താ പറയുക, വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്നും മൊരിയണ പോലെ ആവുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുഴഞ്ഞെടുക്കാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. അത് മിക്സ് ചെയ്തും
അത് മാറ്റി വെച്ചു. പിന്നെ ഇതൊക്കെ ഇത് കഴിക്കാനെടുക്കണതിൻ്റെ ഇടയിൽ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. 2 ലെഗ് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കി മാറ്റി വെച്ചപ്പോഴേക്കും എല്ലാവരും അത് എടുത്ത് കഴിച്ചു. ഞാനപ്പോൾ ഈ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ട് അതിനൊരു ബട്ടൺ അമർത്തുമല്ലോ, അത് അമർത്തിയിട്ട് പിന്നെ അത് തിരിച്ച് വർക്കായി തുടങ്ങണില്ല എന്ത് ചെയ്താൽ. അപ്പോൾ എനിക്ക് തോന്നി ഈ ചിക്കൻ്റെ ലെഗ് പീസ് ഇന്ന് അവിടെ കേടായി പോയാലോ എന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ദിവസം ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് കേടായെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ അതും കൂടി ഉണ്ടാക്കാൻ വെച്ചപ്പോൾ 2 ലെഗ് പീസല്ലേ, അതൊക്കെ എന്തായാലും കഴിച്ച് കഴിഞ്ഞോളും. അപ്പോൾ ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത്തിരി ചുമന്നുള്ളി അതുപോലെ കുരുമുളക്, പിന്നെ മസാലയില കേട്ടോ, പെരിഞ്ജീരകം കറുകപ്പട്ട അങ്ങനെ എല്ലാതും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടു, അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി തൈരാണ് മിക്സ് ചെയ്തത്, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. തൈരിന് പകരം വിനാഗിരിയോ നാരങ്ങ നീരോ എന്ത് വേണമെങ്കിലും പുളിക്കനുസരിച്ച്, അല്ലെങ്കിൽ തക്കാളി അരച്ച് ചേർക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് പുളിക്ക് എന്താണോ വേണ്ടത് അത് ചേർക്കുക കേട്ടോ. എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം തൈരാണ്, അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ തൈര് കൂടുതൽ ഒഴിക്കുന്നത്. ചിലർ ശരിയാവില്ല എന്നൊക്കെ പറയും, എന്നാലും ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയില്ല. ഈ തൈര് ഒഴിക്കുമ്പോൾ ചിക്കനിൽ പിന്നെ ചിക്കൻ്റെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നല്ലത്. പക്ഷെ ഞാനിത് അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു, ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ടാണ് അടുക്കളയിലേക്ക് വന്നത്. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വലിയ സമയമില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് ഫ്രൈ ആക്കാനായിട്ട് അവിടെ വെച്ചു. അപ്പോൾ അത് ഫ്രൈ ആവണ നേരം കൊണ്ട് സമയം വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ തലേദിവസം പ്രഷർ ചീര പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് അത് ഉപ്പേരി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അരിഞ്ഞ് വെച്ചില്ലെങ്കിൽ രാവിലെ അത് വെക്കലുണ്ടാവില്ല. രാവിലെ അരിഞ്ഞ് വെക്കലൊക്കെ എനിക്ക് അത്ര സമയം കിട്ടണില്ല കേട്ടോ രാവിലെ, അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും അരിഞ്ഞ് വയ്ക്കും. പിറ്റേ ദിവസത്തേക്കുള്ളത് എപ്പോഴും ഏറെക്കുറെയൊക്കെ ഞാൻ തയ്യാറാക്കി വെക്കും. അപ്പോൾ അതൊന്ന് അരിഞ്ഞു. അപ്പോൾ ഇതൊന്ന് മറിച്ചിടലും അങ്ങനെ ഒക്കെ അരിഞ്ഞടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ വല്ലാണ്ട് അരിയാനില്ല, കൂട്ടി പിടിച്ച് അങ്ങോട്ട് അരിയേ വേണ്ടോ, അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ ചെറിയ ഇലകളല്ലേ, പക്ഷെ അരിയാണ്ടിരുന്നാലും ശരിയാവില്ല കേട്ടോ. അങ്ങനെ അത് മാറ്റി വെച്ചു. അതിനിടയ്ക്ക് ചോറും കൂടിയും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് തെർമലിൽ ഇറക്കി വെക്കാനായിട്ട് ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് മാറ്റി വെച്ച് അതേ വെളിച്ചെണ്ണയിലേക്ക് മസാല കുറച്ചും കൂടി വേണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതേ വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ ആ ഒരു മസാലകളുണ്ടല്ലോ ബാക്കി വന്നത് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തു. ഒരു പകുതി സവോള, കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, ഒരു പകുതി സവോള ഞാൻ ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. വേണമെങ്കിൽ തക്കാളിയും കൂടി ചേർക്കാം, പക്ഷേ അതിൽ അത്യാവശ്യം പുളിയുണ്ട്, ആ തൈരിൻ്റെ ഇതൊക്കെ 2 പച്ചമുളകോ കറിവേപ്പിലോ മല്ലിയിലോ ഒക്കെ ഇടാം. ഇതൊക്കെ ഇട്ട് മൊരിച്ചെടുത്ത് പിന്നെ നമ്മുടെ ഈ ചിക്കൻ എടുത്ത് അതിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് പൊത്തി വെക്കുക. അതിൻ്റെ കുറച്ച് നേരം അങ്ങനെ മൂടി വെച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളിൽ പിടിച്ചോളും. അങ്ങനെ അത് ഞങ്ങൾ ആദ്യം ചിക്കൻ വേഗം കഴിക്കാനായിട്ട് പോയിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നിന്നില്ല. ഞാനും ചേട്ടനൊരു പീസ് എടുത്തു, ശ്രീകുട്ടൻ ആയത്തിനൊരു പീസ് എടുത്തു. ഞാൻ വലിയ കാര്യത്തിൽ ഫോണൊക്കെ സെറ്റ് ചെയ്ത് കഴിക്കാനിരിക്കുന്നത് പിടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഫോൺ ഓഫായി പോയി കേട്ടോ, ചാർജ് കഴിഞ്ഞിട്ട്. പിന്നെ അന്നത്തെ ദിവസം വേറെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ഇനി ഇത് പിന്നെ ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതും ഇറക്കി വെച്ചു. അത് ഞാൻ മുന്നിൽ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ അതിൽ ആക്കാനായിട്ട് പറ്റിയത്. നമ്മൾ ഈ ചിക്കൻ എടുക്കണേറ്റ് മുന്നേ തന്നെ അത് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ റിസൾട്ട് കേൾക്കണ്ടേ കൂട്ടുകാർക്ക്. ഒരു എയും പിന്നെ B+ അങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. A+ ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെ ആദ്യത്തിന് ഇനി അടുത്തത് എൻജിനീയറിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻട്രൻസ് എഴുതി കിട്ടിയിട്ടൊക്കെ പറയാം കേട്ടോ. ഇനി എൻട്രൻസ് എഴുതി കിട്ടിയിട്ടൊക്കെ വേണ്ടേ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ 3 60% മാർക്കിന് മുകളിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹമല്ല, ഉണ്ടായാലാണ് അടുത്ത എൻട്രി പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹൈ മാർക്ക് ഇല്ല, ശ്രീകുട്ടൻ്റെ അത്രയ്ക്ക് നമ്മുടെ ആദിത്യം പഠിക്കില്ല കേട്ടോ. എന്നാലും സാരമില്ല, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അവന് മോഡലിനും അതിനിടയ്ക്കൊക്കെ ഭയങ്കര മാർക്ക് കുറവുണ്ടായിരുന്നു അതിനിടയ്ക്ക്. പിന്നെ അവൻ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, അതിനിടയ്ക്ക് നിർത്തിയിട്ടും ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവനൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അവൻ വിചാരിച്ചത് അവൻ കിട്ടും എന്ന് പറഞ്ഞു. ഇവന് ഇപ്പോൾ ഈ മാർക്ക് കിട്ടിയാൽ വിഷമവും ഇല്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഫുൾ A+ കിട്ടാണ്ടോ അങ്ങനെയൊന്നും വിഷമമൊന്നുമില്ല. അവ അതിനുള്ളത് പഠിച്ചിട്ടില്ല എന്നല്ല കേട്ടോ. ശ്രീകുട്ടൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഇവന് പഠിച്ച അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ അതാണ് പഠിക്കാനൊന്നുമില്ല, അവൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്, രാത്രിക്ക് ഇരുന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പറയണമല്ലോ. പക്ഷേ എന്തോ
പിന്നെ അവനെ സംബന്ധിച്ച് ഇതൊന്നും വലിയ കാര്യമില്ല. അവന് അടുത്തത് പഠിക്കാനുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് അവനൊരു വിഷമേ പറയുന്നത് ഞാൻ കേട്ടില്ല. പിന്നെ ഞാനായിട്ട് പറഞ്ഞൊന്നും വിഷമിപ്പിക്കാനും പോയില്ല കേട്ടോ. ചേട്ടൻ്റെ ഇഷ്ടം പോലെ ലഡ്ഡു വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്, സന്തോഷമായിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ചേട്ടൻ്റെ ഓടിക്ക് പോയി. അവിടെ ചെന്ന് പിന്നെ ലഡ്ഡു ഒക്കെ കൊടുത്തു. അപ്പം ഇന്ന് ചേട്ടൻ നേരം വൈകിട്ടാണ് വന്നത്. വണ്ടി മേരുന്നു എടുത്തിട്ട് നീ വേദിയോ. അപ്പോൾ അങ്ങനെ അച്ചമ്മ കിടന്നതായിരുന്നു. അപ്പോൾ അച്ചമ്മ എഴുന്നേറ്റ് വന്നു. അങ്ങനെ എല്ലാവരും കൂടി ലഡ്ഡൊക്കെ കഴിച്ചു. അച്ചമ്മയൊക്കെ എല്ലാവരും റിസൾട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് വന്നെങ്ങാണ്ട് എല്ലാവരും റിസൾട്ട് അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ലഡ്ഡു വന്നപ്പോൾ അങ്ങോട്ട് പോയി എന്നുള്ള ചേച്ചി അവിടെ താഴ്ത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. ഞാനും ചേച്ചി ഈ അറ്റത്തിരുന്നു, ഞാൻ ആ ദിവാൻകോട്ടും ഇരുന്നിട്ട് അവരാ കസേരം ഇരുന്ന് അങ്ങനെ കുറേ നേരം അന്നത്തെ വിശേഷങ്ങളും ആദ്യത്തിൻ്റെ ഭാവി പരിപാടികളൊക്കെ ഞങ്ങൾ ചെക്കിങ് ആയിരുന്നു അവിടെ. പിന്നെ കുറേ നമ്മൾ നാട്ടുവിശേഷമൊക്കെ പറയില്ല. വല്ലപ്പോഴാണ് ഇങ്ങനെ വീടടുത്തായാലും ഞങ്ങളങ്ങനെ പൂവൽ ഭയങ്കര കുറവാണ്. എന്താ വെച്ചാൽ എനിക്കും നേരമില്ല, ചേച്ചിക്കും നേരമില്ല. അതുകൊണ്ട് തന്നെ പൂവൽ ഭയങ്കര കുറവ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് ഓട്ടല്ലേ എല്ലാവരും. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. കറി ഇത്തിരി കുറവായിരുന്നു. ചേട്ടൻ ഇത്തിരി ബീഫ് കറി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എനിക്ക് വിഷമമായി. ഇതിലും ഭേദം 1 കിലോ ബീഫ് വാങ്ങിക്കുമായിരുന്നു നല്ലതെന്ന് വിചാരിച്ചു. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കറി വെക്കാൻ എന്തിട്ട് വാങ്ങിച്ചതെന്നാണ് ചോദിച്ചത്. അപ്പോൾ മോരും മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മോര് കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ശ്രീകുട്ടന് മോര് കറിയേക്കാളും ഇപ്പോൾ മോര് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ മുട്ടക്കറി വെക്കാം, മോരവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ചേട്ടൻ നേരെ വിശന്നു. അവരൊക്കെ ലഡ്ഡു കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ നേരെ വൈകിയ കാരണം കൊണ്ട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമൊക്കെ കഴിക്കാമല്ലോ. പിന്നെ അത് ആദ്യത്തിനും വന്ന് അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അവൻ്റെ 10th റിസൾട്ട് ഞാൻ ഇടാണ്ടിരുന്നിട്ട് കുറേ കൂട്ടുകാർ പരാതി പറഞ്ഞിട്ടാണ് ഞാൻ 10th റിസൾട്ട് ഇട്ടത്. അപ്പോൾ അതുപോലെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് പറയാമെന്ന് വിചാരിച്ചത്. ഇതേപോലെ തന്നെ ആ ശ്രീകുട്ടൻ്റെയും +2 ഒക്കെ നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ ഒന്നും റിസൾട്ട് ഞാൻ ഇട്ടിട്ടില്ല. അന്ന് കൂട്ടുകാർ ചോദിച്ചിട്ടും ഇല്ല കേട്ടോ എൻ്റെ അടുത്ത്. ഇന്ന് പക്ഷേ കുറച്ചും കൂടിയും എന്താ പറയുക, കുറച്ചും കൂടി അധികം സ്നേഹം എൻ്റെ അവിടെ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി തിങ്കളാഴ്ച അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.